രാജേന്ദ്രൻ, BJP കേരള ഘടകം വലിയ തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ലക്ഷ്യം 2026 തന്നെയാണ്. അതിനു മുമ്പ് മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട്, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിനും കൂടിയുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവര് കോർ കമ്മിറ്റി കൂടി, സാധാരണ ജില്ലയിൽ ഒരു പ്രസിഡന്റാണ്, അത് മാറിയിട്ട് ഒരു ജില്ലയിൽ തന്നെ 3 പ്രസിഡന്റ്, അത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തിരിച്ച് കാര്യങ്ങൾ ദ്രുതഗതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി 2026 ഒരു 41 സീറ്റിലെത്തുക BJP. 2026 മുമ്പ് ഒരു കണക്കുകൂട്ടൽ, അതായത് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത് ഈ ഒരു 12 മുതൽ 15 സീറ്റ് വരെ BJP പിടിക്കാൻ ആ വോട്ടിംഗ് നിലവാരം വെച്ചുകൊണ്ട്, അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടിരുന്നത്. പക്ഷെ BJP അതിന് മുന്നേ എറിഞ്ഞിരിക്കുകയാണ് 41 സീറ്റിലേക്ക്. കാര്യങ്ങൾ 41 സീറ്റിലേക്കെന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. ഭരണം മാറി വരാം, ഏതൊക്കെ തരത്തിലായിരിക്കും എന്നുള്ളതാണ്. അതിന് ശരിക്കും 44 തന്നെ വേണമെന്നില്ല, അതിന് താഴെ നിന്നാലും BJP ഒരു 2 അക്ക സംഖ്യ കടക്കുകയാണെങ്കിൽ ഭരണത്തിനൊരു പങ്കാളിത്തം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം UDF LDFും തമ്മിൽ കനത്ത പോരാട്ടത്തിലാണ്. ഏതെങ്കിലും ഒരു പക്ഷത്തിന് അവരെ പിന്തുണ നൽകിക്കഴിഞ്ഞാൽ, മന്ത്രിസഭയിൽ പ്രവേശിക്കണമെന്നില്ല, പിന്തുണ നൽകിക്കഴിഞ്ഞാൽ അവർ ഗെയിം ചേഞ്ചറായിട്ട് മാറും. അതായത് ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കുന്നൊരവസ്ഥ. ഇപ്പോൾ തന്നെ പല നഗരസഭകളിലും, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്, പല നഗരസഭകളിലും അതുപോലെ പഞ്ചായത്തുകളിലും ഒക്കെ ഉണ്ട് ഈ ഒരവസ്ഥയുണ്ട്. BJP തീരുമാനിക്കും ഹൂ ഈസ് ടു റൂൾ എന്നുള്ളത്. അതാണ് അതിൻ്റെ റൂൾ. ആ ഒരു രീതിയിലേക്കാണ് BJP വരാൻ ആഗ്രഹിക്കുന്നത്. ഈ 44 തന്നെ ആയിരിക്കണമെന്നില്ല ലക്ഷ്യം. പക്ഷേ 2026 താങ്കൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്യമാണ്. 2025 ലക്ഷ്യം തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട മറ്റ് പാർട്ടികളുടെ രീതിയിലല്ല BJPയുടെ മുന്നോട്ടുള്ള പോക്ക്. മറ്റ് പാർട്ടികളൊക്കെ പോപ്പുലിസ്റ്റ് ഗിമ്മിക്സ്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ വെച്ച് തരാം, 2000 ആക്കാം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, നിങ്ങളുടെ ചീപ്പ് പോപ്പുലിസ്റ്റ് ഗിമ്മിക്സാണ്. പൈസ കൊടുത്ത് ഒരുതരം കൈക്കൂലിയാണ്. കോടതി തന്നെ ഇത് ചോദ്യം ചെയ്തു. ഈ റിസോഴ്സസ് എവിടെയാണെന്ന് പറയുന്നില്ല. തൽഫലമായിട്ട് ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ കൊടുത്ത് ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ് നാറാണക്കല്ല് വെച്ചു, നശിച്ച് നാറാണക്കല്ല് വെച്ചു. കുത്തുവാള എടുത്ത് ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ് കുത്തുവാള എടുത്തു, പലതും ഇപ്പം നടപ്പാക്കാൻ പറ്റുന്നില്ല. കേരള ഗവൺമെൻറ് വെൽഫെയർ സ്റ്റേറ്റ് എന്നും പറഞ്ഞ് അങ്ങനെ തുടങ്ങി കുത്തുവാള എടുത്തു. അതിൻ്റെ അനുരണനങ്ങളാണ് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാനും KSRTC ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാനും ഒന്നും പൈസ ഇല്ലാതെ വളരെ. അപ്പോൾ ഇങ്ങനെയുള്ള പോപ്പുലിസ്റ്റ് വിത്തെടുത്തു കുത്തി പൈസ എല്ലാം കളഞ്ഞു കുടിച്ചു. BJPയുടെ തന്ത്രം അതല്ല. അവരെ ഈ പറഞ്ഞ പോലെ ക്രാന്തദർശിത്വം, ഒരു കാലിബ്രേറ്റഡ് ആക്ഷൻ പ്ലാൻ ആണ് വേണ്ടത്. അതിനെന്താ വേണ്ടത്? ഈ വാഗ്ദാനങ്ങളല്ല അവർ. ഞങ്ങൾ 2047 അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ 100ാം വർഷം, അല്ലേ, 100ാം വർഷം ഞങ്ങൾ ഇന്ത്യയെ ലോകത്തിലെ നമ്പർ 1 ആക്കും. അല്ല കേരളം പറയുന്ന പോലെ ഞങ്ങൾ നമ്പർ 1, കേരളം നമ്പർ 1 എന്നുള്ള പൊള്ളവാക്കല്ല, അതായിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ മുന്നോട്ട് കുതിക്കുന്ന ഒരേ ഒരു സമ്പദ് വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടേതാണ്. അത് വെറുതെ ഒന്നും ഉണ്ടാവുന്നതല്ല. കാലിബ്രേറ്റഡ് ആക്ഷൻ പ്ലാൻ, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോദിയുടെ പ്ലാനുകളാണ് ഇതിനെല്ലാം കാരണം. കുറച്ച് ബുദ്ധി വേണം അതിന്. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് കേരളത്തിൽ അവർക്ക് ഒരു പ്ലെയർ ആവുക എന്നുള്ള ലക്ഷ്യം. പ്ലെയർ, പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആവുക. അതിന് വേണ്ടത് എന്താണ്? സംഘടനാശക്തി. സംഘടനാശക്തി ഇപ്പോൾ നേതാക്കളുണ്ട്. ഒരൊറ്റ നേതാവിനെ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തവും നടക്കത്തില്ല. അങ്ങനൊരു നേതാവ്, കരിഷ്മയുള്ള ഒരു നേതാവ് കേരളത്തിലില്ല. അങ്ങനൊരു നേതാവ് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ആ പാർട്ടിക്ക് സംഭവിക്കുക എന്താണ്? ജയലളിതയ്ക്ക് ശേഷം AADMK എന്ന് പറയുന്ന പാർട്ടിക്ക് എന്താ സംഭവിച്ചത്? അഡ്രസ് ഉണ്ടോ? ഇപ്പോൾ 2 വിഭാഗമായി കഴിഞ്ഞു, പലതായിട്ട് പിളരും. അതാണ് BJPക്ക് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു നേതാവിനെ വെച്ച് പോവാം. അങ്ങനെയല്ല ഇപ്പോൾ അവർ ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ ഗവൺമെൻറ് വകുപ്പുകളിൽ ഒരു സെക്രട്ടറി ഉള്ളതുപോലെ അവർക്കൊരു പ്രസിഡന്റ് കാണും. ആ പ്രസിഡന്റ് അല്ല എല്ലാം, എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിനെ മാറ്റാം. അത്രയേ ഉള്ളൂ അതിൻ്റെ സ്ഥാനം. എന്നിട്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് അവിടെ. ജില്ലാ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ പ്രസിഡന്റുമാർ. അവരെല്ലാം ചിലരൊക്കെ കുലപതികളാണ്, അധികാരം, ജില്ലയുടെ അധികാരം മുഴുവൻ തങ്ങൾക്കാണ് എന്നുള്ളൊരു വിചാരത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അധികാര ലോലുപരായിട്ട് ജനങ്ങളെ കാണുന്നില്ല, ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കുറവ്.
പല ജില്ലകളും വളരെ വിപുലമായിട്ടുള്ള ജില്ലകളാണ്. ഈ ജനസമ്പർക്ക പരിപാടികളൊക്കെ നടത്തണമെന്ന് പറഞ്ഞത് പല ജില്ലാ ഘടകങ്ങളും നടത്തിയിട്ടില്ല, ജില്ലയുടെ ആ വൈപുല്യം കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ മാറ്റാനും ഈ ഞാനാണ് കേമൻ എന്നുള്ള ഒരു വിചാരമുള്ള ആൾക്കാരുണ്ടല്ലോ BJPയിൽ തന്നെ ഉണ്ട്. അധികാരത്തിൻ്റെ ആ ഒരു അഹങ്കാരമുള്ളവരെ ഒന്ന് നിലയ്ക്ക് നിർത്താനും വേണ്ടി രണ്ടാക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസേഷനാണ്. ഇപ്പോൾ ജില്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് 2 പ്രസിഡന്റുമാരല്ല, അങ്ങനെയല്ല വരുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ തിരുവനന്തപുരം ഈസ്റ്റിന് ഒരു ഭാരവാഹി, തിരുവനന്തപുരം തിരുവനന്തപുരത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തിരുവനന്തപുരം നോർത്തിന് ഒരു ഭാരവാഹി, തിരുവനന്തപുരം സൗത്തിന് വേറൊരു ഭാരവാഹി. ആ രീതിയിലായിരിക്കും ആ ഡിവിഷൻ പോകുന്നത്. അതിൻ്റെ ചുമതല മുഴുവൻ ഒരാൾക്കും, മറ്റേതിൻ്റെ ചുമതല ഒരാൾക്കും. എന്തിനു വേണ്ടിയായത്? അത് വരുമ്പോൾ അങ്ങ് താഴെ തലത്തിൽ ബൂത്ത് തലം വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റും. ഡീസെൻട്രലൈസേഷൻ്റെ ഗുണം അതാണ്. ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട നമ്മുടെ ഈ അതിനു വേണ്ടിയിട്ട് കൊടിമരം നാട്ടുകയും കൊടിമരം ചുമന്നുകൊണ്ട് പോവുകയും നടന്നു പ്രവർത്തിക്കുകയും പോസ്റ്റർ എഴുതുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അത് തീരെ പരിഗണന കിട്ടാതെ വരുന്നു പല പാർട്ടികളും, CPM ഉൾപ്പെടെ. ഇതത് മാറും. ആ ബൂത്ത് തലം വരെയുള്ള ആൾക്കാരെയാണ് മോദി എപ്പോഴും അഡ്രസ്സ് ചെയ്യുക. ഞാനിപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ പോയിട്ട് വന്നാൽ മോദിയോടൊപ്പം അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോയാണ് ഭിത്തി വെച്ചിരിക്കുന്നത്. കൊടുക്കുന്ന പ്രാധാന്യം അവിടെ യാതൊരു വിധമായ ഹയറാർക്കി ഇല്ല. പ്രവർത്തകരിലേക്ക് പ്രധാനമന്ത്രി ഇറങ്ങിയെങ്കിൽ ചെല്ലുക, ആ തരത്തിൽ അവരെ ഒന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ട്. ആ ഇൻസ്പിറേഷനാണ് ഏറ്റവും പ്രധാനം. പാർട്ടിയെ വളർത്താനുള്ള ബലൂണിൽ നിറയ്ക്കപ്പെട്ട കാറ്റാണ്. ആ കാറ്റാണ് ഈ ഡിവിഷൻ എന്ന് പറയുന്നത്. അതിലൂടെ BJPക്ക് സംഘടനാപരമായ ശക്തി. ഇതിൻ്റെ ഒരു ഗുണം എന്തെന്നറിയോ? ഈ പോപ്പുലിസ്റ്റ് ഗിമ്മിക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരു തവണ ജയിക്കും, പക്ഷേ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാതെ വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പാളീസാകും, അവിടെ തീർന്നു. ഈ സംഘടനാതലത്തിലുള്ള ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും അത് പോവില്ല. കേഡർ ശക്തിയാണ്, അത് മാസ് ബേസാണ്, അതൊരിക്കലും അവിടെ ഒന്നും പോവില്ല. അടുത്ത 5 വർഷമല്ല BJP നോക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സമഗ്രമായിട്ടുള്ള ഒരു ആധിപത്യം തന്നെ, ഇന്ത്യയുടെ രാഷ്ട്രത്തിലും സമഗ്രമായിട്ടുള്ളൊരു ആധിപത്യത്തിന് വേണ്ടതെന്താണ്? അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകരുടെ സുസംഘടിതമായിട്ടുള്ള ഒരു ശൃംഖല, സുസംഘടിതമായിട്ടുള്ള ഒരു ശൃംഖല. അല്ല, വെറും ശൃംഖലയല്ല. ശൃംഖല വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൽ ഏറ്റവും ഒരു കാര്യം കൂടെ പറഞ്ഞു കേൾക്കും. ഏറ്റവും കനം കുറഞ്ഞ കണ്ണി ആണ് അതിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യവും ഏറ്റവും വലിയ ശക്തിയും. കാരണം അത് പോയി കഴിഞ്ഞാൽ ചങ്ങല രണ്ടായി കഴിഞ്ഞു. ഈ 41 സീറ്റ് വരെ ഇവർക്ക് പിടിച്ചെടുക്കണം, അത് ആയിക്കോട്ടെ, അത് നേടിക്കഴിഞ്ഞാൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സഖ്യത്തിലേക്കായിരിക്കും പോകാൻ സാധ്യത കാണുന്നത്? ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെയുള്ള ഫൈറ്റ് വളരെ ശക്തമാണ്. ഫൈറ്റ് പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരവും വളരെ ശക്തമാണ്. ആ പാർട്ടിക്കുള്ളിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, പല അവരുടെ കോൺഗ്രസ്സിന് മുന്നോടിയായിട്ട് നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിലുണ്ടായിട്ടുള്ള പ്രതിപക്ഷ കക്ഷികൾ പോലും ആക്രമിക്കാത്ത തരത്തിൽ CPM നേതൃത്വത്തെ കരുനാഗപ്പള്ളിയിലും തിരുവനന്തപുരത്തും ഇവിടുന്ന് ഒരു നേതാവ് വിട്ട് BJPയിലേക്ക് തന്നെ പോയില്ലേ. അപ്പോൾ എത്രമാത്രം തീവ്രമായിട്ടുള്ളൊരു വികാരമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ അതിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ആ ഒരു അസംതൃപ്തി നോക്കൂ, എങ്ങോട്ടാണ് പോയത്? കോൺഗ്രസ്സിലേക്കാണോ പോയത്? കോൺഗ്രസ്സിലേക്കല്ല പോയത്, നേരെ പോയത് BJPയിലേക്ക്. ഇതാണ് പൊതുവികാരം. അല്ല, അങ്ങനെ വരുമ്പോഴേ എനിക്ക് തോന്നുന്നു ഈ ഇവർ ഇത്രയും സീറ്റ് നേടുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് നമ്മൾ പറയുകയാണ്, നമ്മൾ പറയുന്നില്ല. UDFനോ LDFനോ ഭരണം കിട്ടാതെ വരുന്ന സമയത്ത് UDFിലെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഭരണം ഇല്ലാതിരിക്കാൻ അവർക്ക് ഇനി പറ്റത്തില്ല. കാരണം ഇപ്പോൾ 2 തവണയായിട്ട് ഭരണത്തിന് പുറത്തു നിൽക്കുകയാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലീഗ് BJPയുമായിട്ടൊരു സഖ്യത്തിലേക്ക് പോകാൻ സാധ്യത. നമ്മൾ കേൾക്കുന്നവർ ചിരിക്കുമെങ്കിലും അതിലൊരു യാഥാർത്ഥ്യമുണ്ട് വിജയനാഥ് പറഞ്ഞതിൽ. കാരണം എന്താണെന്നറിയാം, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിസ്റ്റ് കക്ഷിയല്ല. ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന ഒരു കക്ഷിയാണ് വാസ്തവത്തിൽ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ അധികാര രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടും. കാരണം അവരുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. MLAമാർ വേണം, MP ആവണം, അങ്ങനെയൊക്കെയുള്ള അധികാര മോഹമല്ലാതെ വേറൊരു കുഴപ്പവുമില്ല. പിന്നെ ഭരണത്തിലിരിക്കണം.
ഭരണത്തിലിരിക്കാൻ ഇപ്പോൾ ആരും നമ്പാൻ പറ്റത്തില്ല. CPM അവർക്ക് നമ്പാൻ പറ്റത്തില്ല. അവരെ ഒതുക്കിക്കളയും. അങ്ങനെയാണ് പണ്ട് ചെയ്തിരുന്നത്. EMSൻ്റെ മന്ത്രിസഭയിലും അത് മലപ്പുറം ജില്ല അങ്ങനെ കിട്ടിയതാണ്. പക്ഷേ അവരെ കൈവിടും, അതുപോലെ തന്നെ കൈവെട്ടും. അങ്ങനത്തെ ഒരു പാർട്ടിയാണ് CPM. കാരണം CPMൻ്റെ ആദർശങ്ങളുമായിട്ട് സിദ്ധാന്തങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല വിശ്വാസം. പക്ഷേ BJPക്ക് ആ പ്രശ്നമില്ല. BJP വിശ്വാസികളുടെ കക്ഷിയാണ്. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ് BJPക്ക് ഉള്ളിലൊരു കനൽ എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്നത്. അതിന് കാരണം ഇസ്ലാമിസ്റ്റുകളാണ്, മുസ്ലിം ലീഗ് അല്ല. മുസ്ലിം ലീഗിൻ്റെ ഒരൊറ്റ നേതാവ് ഇതുവരെ BJPയെ അവരവരുടെ അഭിപ്രായം പറയുന്നുള്ള സൗമ്യമായ വാക്കുകളിലല്ലാതെ ഒന്നും പറയാനില്ല. അതേസമയം മാധ്യമത്തിൻ്റെ അബ്ദുള്ള പറയാറുണ്ട്. കാരണം എന്താ, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന ഒരു കക്ഷിയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ നോക്കൂ. മുനമ്പം പ്രശ്നത്തിൽ എത്ര സൗമ്യമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് നോക്കൂ. KM ഷാജിയെ പോലൊന്നും അല്ല അതിനകത്ത് അഭിപ്രായം പറയേണ്ട. വഖഫ് ആണെന്നുള്ളതാണ് തീവ്ര ഓർത്തഡോക്സ് മുസ്ലിം നിലപാട്. ആ തീവ്ര ഓർത്തഡോക്സ് മുസ്ലിം നിലപാടല്ല മുസ്ലിം ലീഗ് കൈക്കൊള്ളുന്നത്. പിന്നൊന്ന്, ബാബറി പള്ളി പൊളിച്ചപ്പോൾ എത്ര പള്ളികളാണ് ബംഗ്ലാദേശിൽ തകർന്നത്? ഇന്ത്യയിൽ എത്ര രക്തരൂഷിതമായ സമരങ്ങളാണ് ഉണ്ടായത്? ആ സമയത്തും നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ദേശീയ മുസ്ലിമിനെ പോലെ പറഞ്ഞ ആളാണ് പാണക്കാട് തങ്ങൾ. അപ്പോൾ ഇതൊക്കെ മുസ്ലിങ്ങളോട് അങ്ങനെയുള്ളൊരു വിരോധമൊന്നും BJPക്ക് ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. തന്നെയല്ല, മോദി ഭരണത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം നേടിയിട്ടുള്ളത് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതലായിട്ട് നേടിയിട്ടുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ്. അവർ പരിശോധിച്ചാൽ കാണും. രാഷ്ട്രീയം വെച്ചൊക്കെ പറയുന്നതാണ് മുസ്ലിം വിരുദ്ധമാണെന്നൊക്കെ. CPM തന്നെ അറിയാം. ഭാവിയിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സഖ്യം വന്നാൽ കോബി ലീഗ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ബി ലീഗ്, അതിൽ BJP ഉണ്ട്. ആ ബി ലീഗ് കളഞ്ഞിട്ട് ബി ലീഗ് ആയിക്കഴിഞ്ഞാലും അത്ഭുതമൊന്നുമില്ല. അവരെ PDPയുമായിട്ട് ഒത്തുചേർന്ന് കാശ്മീർ ഭരിച്ചവർക്ക് അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായിട്ട് ഒത്തുചേർന്ന് ഇവിടെ ഭരിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.